അഡ്വക്കേറ്റ് ജയശങ്കർ, എൻ ഡി എക്ക് കേരളത്തിൽ ഇതുവരെ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അക്കൗണ്ട് തുറക്കും, ഈ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കും എന്ന് അവർ പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. ഇക്കുറി അവരുടെ അവകാശവാദം കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്ന 3 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ എന്നുള്ള വാഗ്ദാനമൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അല്ല, അതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമെന്ന് പറയാൻ പറ്റില്ല. എൻ ഡി എ ആദ്യമായിട്ടും അവസാനമായിട്ടും ഒരു അക്കൗണ്ട് തുറന്ന് പാർലമെൻറ്റിലേക്ക് 2004 PC തോമസ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ ജയിച്ചത് മാത്രമാണ്. അത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി അസ്ഥിരപ്പെടുത്തി. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ നമുക്കറിയാവുന്ന പോലെ നേമത്ത് രാജഗോപാൽ നിയമസഭയ്ക്ക് ജയിച്ചതുമാണ്. അത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കേന്ദ്രത്തിൽ വീണ്ടും BJPയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ വരാൻ പോകുന്നു എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. അതിൽ വലിയ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. നരേന്ദ്രമോദി 3ാമതും വരുന്നു. അത് കേരളത്തിലടക്കം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വലിയ പ്രകമ്പനം സൃഷ്ടിക്കും. കേരളത്തിൽ പ്രത്യേകിച്ചും ഈ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു രാഷ്ട്രീയമുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. അപ്പോൾ അതിന് വിപരീതമായ ഒരു വികാരം തീർച്ചയായിട്ടും ഉണ്ടാകും. അത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുക എന്നുള്ളതാണ്. BJP ജയിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ചില പ്രധാന മണ്ഡലങ്ങളിലെങ്കിലും അവരുടെ വോട്ടിൻ്റെ ശതമാനം നല്ലപോലെ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ട് BJP ഫൈറ്റ് ചെയ്യുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഒന്ന് തിരുവനന്തപുരം, പിന്നെ ആറ്റിങ്ങൽ, പത്തനംതിട്ട, അതുപോലെ മധ്യകേരളത്തിൽ തൃശ്ശൂർ, വടക്കൻ കേരളത്തിൽ കോഴിക്കോട്, പിന്നെ കാസർഗോഡ് അവരുടെ ചില ശക്തി കേന്ദ്രങ്ങളുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ് പോലെയാണ്. അത്യുത്തര കേരളം. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും വലിയ മത്സരം അവർ സംഘടിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സീറ്റുകൾ ഒന്ന് തിരുവനന്തപുരമാണ്, പിന്നെ ഒന്ന് ആറ്റിങ്ങലാണ്, V മുരളീധരൻ മത്സരിക്കുന്നു, പിന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശ്ശൂരാണ്. ഈ 3 മണ്ഡലങ്ങളിലും അവർ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാകും എന്നുള്ളൊരു ചോദ്യമാണ്. പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വേറൊരു വലിയ ഡ്രോബാക്ക് ഉള്ളത്, കേരളത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് 2 മുന്നണികളിലായിട്ടാണ്. ഇടതുമുന്നണി, ഐക്യമുന്നണി. ഈ 2 മുന്നണിയിലും അല്ലാതെ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വേറൊരു മുന്നണിക്ക് ജയിക്കുക എളുപ്പമല്ല. ഒരു 3ാം മുന്നണിക്ക് ഇവിടെ വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അത് മാത്രമല്ല, ഈ കേരളത്തിൽ ഏതാണ്ട് 45% ന്യൂനപക്ഷ സമുദായക്കാരുണ്ട്. അതിൽ തന്നെ 30% മുസ്ലിങ്ങളാണ്. ആ വിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് പോലും BJPക്ക് ഇന്നത്തെ നിലയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അതൊരു വലിയ പരാധീനതയാണ്. അപ്പോൾ മുസ്ലിങ്ങൾ ഏറ്റവും കുറവുള്ള മണ്ഡലങ്ങളിൽ മാത്രമേ ഇവർക്ക് വളരെ ശക്തമായ രീതിയിൽ എന്തെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അത് ഒരു സംഗതി. അതുകൂടാതെ മറ്റ് ഹിന്ദു വിഭാഗങ്ങളെ സംബന്ധിച്ചുള്ള ഹിന്ദുക്കളുടെ പ്രധാന പാർട്ടി എന്ന് പറയുന്നത് LDF ആണ്, CPM ആണ്. ഹിന്ദു വോട്ടുകൾ പ്രധാനമായിട്ട് CPM-ൽ കേന്ദ്രീകരിക്കപ്പെട്ടിരുന്നു. അതിൽ നിന്ന് എത്ര വോട്ട് ഇപ്പുറത്തേക്ക് പിടിച്ചു മാറ്റാൻ പറ്റും? പിന്നെ UDF-ൻ്റെ അടിത്തറ ദുർബലമാകും. അതിൽ നിന്ന് എത്ര പിടിക്കാൻ പറ്റും? കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന നിലയ്ക്ക് ഇപ്പോൾ PC തോമസ് മൂവാറ്റുപുഴയിൽ ജയിച്ചത് പ്രധാനമായിട്ട് ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകളുടെ വലിയൊരു ഏകീകരണം ഉണ്ടായി. ഇദ്ദേഹം PT ചാക്കോയുടെ മകനെന്ന വലിയൊരു ഇമേജുമായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വലിയ ത്രികോണ മത്സരമായിരുന്നു. മാർക്സിസ്റ്റ് സ്ഥാനാർത്ഥി മുസ്ലിം സമുദായ അംഗമായിരുന്ന അഡ്വക്കേറ്റ് ഇസ്മായിൽ, UDF സ്ഥാനാർത്ഥി ജോസ് കെ മാണിയായിരുന്നു. അന്ന് പുള്ളി വളരെ ഡിസ്ക്രെഡിറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. മാണി സാർ സ്വന്തം മകനെ കൊണ്ടുവരുന്നു എന്ന ഒരു ആക്ഷേപവും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ PC തോമസ് നല്ലപോലെ മുന്നേറുകയും അദ്ദേഹം ചെറിയ 500-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് ഇവരുടെ അക്കൗണ്ടിൽ ഇതുവരെ ഉണ്ടായ ഒരു വിജയം. പക്ഷേ അതുപോലെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും മണ്ഡലത്തിലുണ്ടോ എന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇപ്പോൾ മുൻ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ പണ്ട് ഇല്ലാത്തതുപോലെ ഇപ്പം കേരളത്തെ സംബന്ധിച്ച് പിന്നെ സർക്കാരിൻ്റെ LDF-ൻ്റെ CPM-ൻ്റെ ഒക്കെ വിശ്വാസ്യതയും പിന്തുണയൊക്കെ സാധാരണ അടിസ്ഥാന വർഗത്തിനിടയിലൊക്കെ വലുതായിട്ട് ചോർന്നു വരുന്നു പല കാരണം കൊണ്ട്. ഇപ്പം അടുത്ത പതുക്കെ ശോഷിച്ചു വന്ന പിന്നെ UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഏതാണ്ട് അടിവതറുന്ന നിലയിലാണ് ഏറ്റവും സമീപ ദിവസങ്ങളിലുണ്ടായ സംഭവം. അപ്പോൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ പിന്നെ അത് BJPയുടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും, പ്രത്യേകിച്ച് ഈ പൗരത്വ നിയമജ്ഞാപനം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പിന്നെ BJPക്ക് കൂടുതൽ ദോഷമായിട്ട് പിന്നെ ബാധിക്കുമോ? അല്ല, അതിൽ ഈ ഓരോന്നും വെവ്വേറെ ഘടകങ്ങളാണ്. ഉദാഹരണത്തിന് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യതയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു ആഘാതം അത് ചെറുതല്ല. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പാണെങ്കിലും, അതെല്ലാം മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി വിവാദമാണെങ്കിലും, SFI DYFI പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്ഷാപ്രവർത്തനമാണെങ്കിലും, പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വലിയ വീഴ്ചയാണെങ്കിലും, സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ പൈശാചികമായ കൊലപാതകമാണെങ്കിലും ഒക്കെ ആ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് വലിയ ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്.
പിന്നെ ഈ കേരളീയം, നവകേരള സദസ്, മുഖാമുഖം പോലുള്ള കെട്ടുകാഴ്ചകൾ, ഖജനാവിൽ 5 പൈസ ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ ഉണ്ടല്ലോ. ക്ഷേമ പെൻഷനുകൾ മുടങ്ങുന്നത്, കാട്ടുപോത്തിൻ്റെ ആക്രമണം വരെ, എല്ലാം അവസാനം സർക്കാരിൻ്റെ നെഞ്ചത്ത് വരുള്ളൂ. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ LDF-നുണ്ട്. ഒരു വിപരീത വികാരമുണ്ട്. നമ്മൾ കോൺഗ്രസിനെ പറ്റിയുള്ള ചർച്ചയിൽ ആ കാര്യം പറഞ്ഞതാണ്. വികാരങ്ങൾ പക്ഷേ ഇങ്ങനെ ഒരു ഘടകം നിൽക്കുന്നു. അതിൽ നിന്ന് ആര് കൂടുതൽ ക്യാപിറ്റലൈസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ സാധാരണയായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിനോട് ഏറ്റവും എതിർപ്പുള്ള ആളുകൾ BJP-ക്ക് വോട്ടിയോ കോൺഗ്രസിന് വോട്ടിയോ, അവരുടെ ആ താല്പര്യം കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ BJP-യെ ജയിപ്പിക്കുക എന്നുള്ളതല്ല, ഇവരെ ഒന്ന് ഇരുത്തുക, ഇവരെ പാഠം പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ കോൺഗ്രസിനെ പ്രിഫർ ചെയ്യും. അതും ഒരു ഘടകമാണ്. പിന്നെ BJP-ക്ക് ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. മോഡി എന്ന് പറഞ്ഞാൽ അതിശക്തനായ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് അവർ തെരഞ്ഞെടുപ്പിന്. ഇപ്പോൾ കേരളത്തിൽ പോലും മോഡിക്ക് ഒരുപാട് ആരാധകരുണ്ട്. മോഡിക്ക് മാത്രമേ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ വോട്ട് അവർക്ക് കിട്ടും. പിന്നെ ഈ BJP-യുടെ വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഹിന്ദു വിഭാഗങ്ങളാണ്. അതിൽ നമ്മൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സവർണ ഹിന്ദു വിഭാഗങ്ങൾ നേരത്തെ തന്നെ BJP-യോട് ആശയപരമായിട്ട് ചായ്വുള്ളവരാണ്. പണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗം, അവരിപ്പോൾ ആശയപരമായിട്ട് BJP-യോട് ചായ്വുള്ള സവർണ വിഭാഗം. പിന്നെ അവർണ ഹിന്ദുക്കളുടെ ഇടയിൽ പ്രത്യേകിച്ച് വിശ്വകർമ്മ, ധീവര മുതലായ സമുദായങ്ങൾ BJP-യോട് വല്ലാതെ നേരത്തെ തന്നെ ചായ്വ് പുലർത്തുന്നവരാണ്. BJP-ക്ക് പിടിച്ചു കയറാൻ പറ്റാത്ത ഒരു പ്രബല വിഭാഗം എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായമാണ്. പുലയരുടെ ഇടയിൽ പോലും അവർ കുറേ കൂടി വേറെ ഓടിച്ചിട്ടുണ്ട്. പക്ഷേ ഈഴവരുടെ ഇടയിലാണ് ഇവർക്ക് പിടികിട്ടായിരുന്നത്. അവിടെയാണ് ഈ BDJS-ൻ്റെ പ്രസക്തി. വെള്ളാപ്പള്ളി നടേശം BDJS ഉണ്ടാക്കിയപ്പോൾ അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ ആളെ ഞാൻ അതിൻ്റെ സ്ഥാപക സമ്മേളനത്തിൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോടും അവിടേക്ക് ആളോടും പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കുന്ന അപകടമാണെന്ന് പറഞ്ഞത്. പക്ഷേ ആ ഒരു സംഘടന വന്നു കഴിഞ്ഞപ്പോൾ, ആ ഒരു രാഷ്ട്രീയ പാർട്ടി വന്നപ്പോൾ, അതങ്ങനെ വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറിയില്ലെങ്കിൽ പോലും അവർ ചെയ്തത് എന്താ അറിയാമോ, അത് ആ പ്രസ്ഥാനം ഉണ്ടാക്കിയൊരു മാറ്റം. അതുവരെ BJP-ക്ക് കടന്നു കയറാൻ പറ്റാതിരുന്ന ഒരു വിഭാഗത്തിലേക്ക് കൂടി ഇവർക്ക് എത്താൻ പറ്റി. BDJS-ൻ്റെ ഒരു കവർ ഉണ്ടായിരുന്നെങ്കിൽ പോലും BJP എന്നിപ്പോൾ ഈഴവ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് പണ്ട് മുതൽക്കേ കോൺഗ്രസിന് വോട്ട് ചെയ്തൊരു വിഭാഗം ഉണ്ടായിരുന്നു. ഈഴവരുടെ നമ്മൾ വെള്ളാപ്പള്ളി അടച്ചിട്ട് ഈഴവ ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗം, അതിൽ വരേണ്യ വിഭാഗം അല്ലെങ്കിൽ കുറച്ച് സാമ്പത്തികമായിട്ട് മുൻകൈ ഉള്ളൊരു വിഭാഗം ഉണ്ടായിരുന്നു. ആ വിഭാഗം കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. ഒരു 10% വെച്ചു, അതിൽ 15% അവരെ BJP-യിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ചെറിയ കാര്യമല്ല. തീർച്ചയായിട്ടും അത് നമ്മൾ കഴിഞ്ഞ 2016 ഇലക്ഷൻ നോക്കി കഴിഞ്ഞാൽ കൃത്യമാണ്. ആ BDJS വോട്ട് പിടിച്ച മണ്ഡലങ്ങൾ ഏറ്റുമാനൂർ, വൈക്കം, തൃപ്പൂണിത്തുറ, അതെ ഇത് അതുപോലെ ചാലക്കുടി, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, അതിനപ്പുറത്ത് നാട്ടിക, ഗുരുവായൂർ, മണലൂർ, ആ മണ്ഡലങ്ങൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് അവരുടെ വോട്ടിലുണ്ടായ വോട്ട് ഷെയറിലുണ്ടായ വലിയ കുത്തനെയുള്ള ഉയർച്ച.